ഇന്ന് നമുക്ക് കുറച്ച് ലില്ലി പ്ലാന്റ്സുകൾ പരിചയപ്പെടാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലില്ലി പ്ലാന്റ്സുകൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നില്ല, അതുപോലെ തന്നെ ഒരുപാട് മെയിൻ്റെനൻസിൻ്റെ ആവശ്യവും വരുന്നില്ല. ഒന്നാമതായിട്ട് ഇവയ്ക്ക് കൂടുതലും റൈസോംസുകൾ ഉണ്ടാവും, ബൾബുകളുള്ളതാണ് കൂടുതൽ ലില്ലി പ്ലാന്റ്സും. അല്ലാത്തവയാണെങ്കിൽ വേരിൽ നിന്ന് തന്നെ പുതിയ തൈകൾ പൊട്ടിമുളച്ച് വരുന്നവയാണ്. ഇവയ്ക്ക് കൂടുതലായിട്ടും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിലാണെങ്കിലാണ് ഈ റൈസോംസുകളും ഇവയുടെ ആ ഒരു റൂട്ട്സൊക്കെ ഡാമേജ് സംഭവിക്കുന്നത്, അതായത് ചീച്ചിൽ വന്നിട്ട് നശിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നേർവാർച്ചയുള്ള പ്രദേശങ്ങൾ, നമ്മൾ നിലത്തൊക്കെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ചെരിവുള്ള ഭാഗങ്ങളിലൊക്കെ നടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പോട്ടിലാണെങ്കിൽ നന്നായിട്ട് ഹോളുള്ള രീതിയിലുള്ള പോട്ടുകളിൽ വേണം നടാൻ. നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ലില്ലി പ്ലാന്റ്സുകളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കണം. ഓരോന്നിൻ്റെയും പ്ലാന്റ് സൈസും കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോഴുള്ള റേറ്റും ഓരോ പ്ലാന്റ്സ് ആയിട്ട് വാങ്ങിക്കുമ്പോഴുള്ള റേറ്റ് എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ലില്ലി പ്ലാന്റ്സുകൾ ഇനി നിങ്ങൾക്ക് കുറച്ച് കിട്ടാൻ ലേറ്റാവുകയോ അല്ലെങ്കിൽ നടാനൊക്കെ ലേറ്റായി കഴിഞ്ഞിട്ട് അതിൻ്റെ ലീഫുകൾക്ക് വല്ല ഡാമേജും സംഭവിച്ചാലും റൈസോംസ് ഉള്ളത് കൊണ്ട് തന്നെ ഡാമേജ് ആയി പോവില്ല. ആദ്യമായി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലില്ലി പ്ലാന്റ് ഡേ ലില്ലിയാണ്. ഡേ ലില്ലി പ്ലാന്റിൻ്റെ 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്, യെല്ലോയും ഓറഞ്ചും. ഇവ ഇങ്ങനെ കൂട്ടമായിട്ടാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാവുന്നത്, അതായത് വേരിൽ നിന്നും പെട്ടെന്ന് പുതിയ തൈകൾ പൊട്ടിമുളച്ച് വരുന്നു. ഡേ ലില്ലി എന്ന് പറയുമ്പോൾ ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രമേ നിൽക്കുള്ളൂ, എന്നാലും ഒരു തണ്ടിൽ തന്നെ 10ൽ കൂടുതൽ മൊട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ ദിവസവും ഇതിൽ പൂക്കളായിരിക്കും. മാത്രമല്ല വേരിൽ നിന്നും പുതിയ തൈകൾ എളുപ്പത്തിൽ പൊട്ടിമുളയ്ക്കുന്നു എന്ന് പറഞ്ഞു. ഈ പ്ലാന്റിനെ എപ്പോഴും അങ്ങനെ പെട്ടെന്നൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ കാലങ്ങളോളം ഒരു കൂട്ടമായി നിന്നുകൊണ്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഈ സൈസിലുള്ള 2 പ്ലാന്റുകൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ 299 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് അഗപാന്തസ് ലില്ലി. ഇതിൻ്റെ മറ്റൊരു പേര് ആഫ്രിക്കൻ ലില്ലി എന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ 2 കളേഴ്സാണുള്ളത്, ബ്ലൂ ആൻഡ് വൈറ്റ്. അഗപാന്തസ് ലില്ലിൻ്റെ പൂക്കൾ കുറച്ച് കൂടുതൽ ദിവസം നിലനിൽക്കുന്നുണ്ട്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിലാണ് ഈ 2 ലില്ലി പ്ലാന്റുകളും വെച്ചിരുന്നാൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത്. കൂട്ടമായിട്ടാണ് അഗപാന്തസ് ലില്ലിയിൽ പൂക്കൾ വിരിയുന്നത്. 2 കളേഴ്സിൻ്റെ ഓരോ പ്ലാന്റ്സുകൾക്ക്, അതായത് 2 പ്ലാന്റുകൾക്ക് 299 രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിൽ എവിടെയായാലും വരുന്ന പ്രൈസ്. ഒരു പ്ലാന്റിന് 130 രൂപയും കൊറിയർ ചാർജും. അടുത്തതായിട്ട് ക്ലിവിയ പ്ലാന്റ് ആണ്. ഇതൊരു റെയർ വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല റേറ്റിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. നല്ല ബഞ്ചായിട്ട് ഓറഞ്ച് നിറത്തിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഈ സൈസിലുള്ള ഒരു പ്ലാന്റിന് 300 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വാറ്റ്സോണിയ ലില്ലിയാണ്. വാറ്റ്സോണിയ ലില്ലിയിൽ ഗ്ലാഡിയോലസ് ഒക്കെ പോലെ കിഴങ്ങുകൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഒരു തവണ ഒരു ഫ്ലവറിങ് കഴിഞ്ഞ് ആ ഒരു ഭാഗം, ആ ഒരു പ്ലാന്റ് നശിക്കുമ്പോൾ തന്നെ കിഴങ്ങിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് പൊട്ടി വരുന്നു. പിങ്ക്, ഓറഞ്ച് 2 നിറങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവയുടെ പൂക്കൾ കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവയുടെ പൂക്കളാണെങ്കിൽ ദീർഘകാലം ഒരുപാട് ദിവസങ്ങളോളം നിലനിൽക്കാറുണ്ട്. ഈ 2 പ്ലാന്റ്സുകൾക്കും 299 രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത്. ഓരോ പ്ലാന്റ്സ് ആയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 130 രൂപയും കൊറിയർ ചാർജുമാണ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഐറിസ് പ്ലാന്റ് ആണ് കേട്ടോ, ഐറിസ് ലില്ലി. ഇതിൻ്റെ 3 കളേഴ്സാണുള്ളത്. 3 കളേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ, ഗ്രീൻ ലീഫിൽ ബ്ലൂ ഷെയ്ഡ് ഫ്ലവർ ഉണ്ടാകുന്നതും ഗ്രീൻ ലീഫിൽ തന്നെ വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്നത്. പിന്നീട് വരുന്നത് വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡ് ലീഫിൽ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെ ഈ ഒരു സൈസിലുള്ളത്. ഇങ്ങനെ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ വൈറ്റും അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡിനും ചെറിയൊരു റൈസോം ഉണ്ട്. എന്നാൽ ഈ വെരിഗേറ്റഡ് ഷെയ്ഡ് റൂട്ടിൽ നിന്ന് തന്നെയാണ് പുതിയ പ്ലാന്റ്സ് പൊട്ടി വരുന്നത്. 3 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 350 രൂപ. അത് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന, കേരളത്തിൽ എവിടെയായാലും അയച്ചു തരുന്ന ഒരു പ്രൈസ്. ഓരോ പ്ലാന്റ് ആണെങ്കിൽ 120 രൂപയാണ്. അതിന് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. 3 പ്ലാന്റ്സ് എടുക്കുമ്പോഴാണ് കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഒരു റെയർ വെറൈറ്റിയാണ് ഫോർട്ട്നൈറ്റ് ലില്ലി.
ഇത് നഴ്സറികളിലൊന്നും അങ്ങനെ കോമൺ ആയിട്ട് കാണാത്തൊരു ലില്ലി വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇവയുടെ പൂക്കൾ കാണാനായിട്ട്. എല്ലാ സമയങ്ങളിലും വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാകുന്നൊരു ലില്ലി വെറൈറ്റി തന്നെയാണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 350 രൂപയും കൊറിയർ ചാർജുമാണ്. വാളിൻ്റെ ആകൃതിയിൽ നല്ല നീളത്തിലുള്ള ഇലകൾക്കിടയിലാണ് ഈ ഫോർട്ട്നൈറ്റ് ലില്ലിയുടെ പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്തും ചെറിയൊരു ഷെയ്ഡിലും വളർത്താൻ പറ്റിയൊരു ലില്ലി വെറൈറ്റിയാണിത്. അടുത്തതായിട്ട് വളരെ റെയർ ആയിട്ടുള്ളൊരു ലില്ലി വെറൈറ്റിയാണ്. കങ്കാരു പൗ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. കങ്കാരുവിൻ്റെ കാലിനോട് സാദൃശ്യം തോന്നുന്ന രീതിയിലാണ് ഇവയുടെ പൂക്കൾ കാണപ്പെടുന്നത്. ഇതിൻ്റെ 2 നിറങ്ങളാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്, യെല്ലോയും റെഡും. ഈ 2 പ്ലാന്റിനും കൂടി 3500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരു പ്ലാന്റ് ആണെങ്കിൽ 1850 രൂപയും കൊറിയർ ചാർജുമാണ്. നിങ്ങൾ വിചാരിക്കും ഒരു ലില്ലി വെറൈറ്റിക്ക് ഇത്രയും പ്രൈസ് വരുന്നുണ്ടോ എന്നുള്ളത്. അത്രയും റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണിത്. നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നതും അല്പം പോലും വെള്ളം കെട്ടി നിൽക്കാത്തതുമായ ഒരു ഭാഗത്ത് വേണം ഈ ഒരു പ്ലാന്റിനെ നടാനായിട്ട്. മഴക്കാലത്ത് അത്യാവശ്യം ശ്രദ്ധ വേണ്ട ഒരു പ്ലാന്റ് തന്നെയാണിത്. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഫംഗൽ ബാധ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പോട്ടിലൊക്കെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ളൊരു പോട്ടി മിക്സ് വേണം തയ്യാറാക്കാൻ. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് ലില്ലിയാണ്. ഗാർലിക് ലില്ലിയുടെ തണ്ടുകൾക്ക് ഒരു ഗാർലിക്കിൻ്റെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ല് തോന്നും. അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. പിങ്ക് നിറത്തിൽ എല്ലാ സമയങ്ങളിലും ഈ ഒരു പ്ലാന്റിൽ പൂക്കളായിരിക്കും. ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു കിഡിലൻ പ്ലാന്റ് കൂടിയാണിത്. ഇത്രയും ലില്ലി വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ലില്ലി വെറൈറ്റീസ്. ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഇൻട്രോയിൽ കാണിച്ച ഗ്ലാഡിയോളസ് പ്ലാന്റ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ അല്ല. ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നത് കൊണ്ട് എല്ലാവർക്കും പാർസലുകൾ ഹോം ഡെലിവറി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓഫീസിൽ പോയി കളക്ട് ചെയ്യാൻ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ആരും പോയി കളക്ട് ചെയ്ത് ഹോം ഡെലിവറി ആയിട്ട് കൊടുക്കണം എന്നുള്ളത് റൂളുള്ളതാണ്. പാർസൽ കിട്ടി അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ എടുക്കാൻ ആരും വിട്ടുപോകരുത്. ആ സമയത്ത് തീരെ റിക്കവറായി വരാത്ത രീതിയിൽ പ്ലാന്റ്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ ഒന്നുകിൽ റീഫണ്ട് ചെയ്തു തരും, അതല്ലെങ്കിൽ വേറെ പ്ലാന്റ്സ് എന്തെങ്കിലും എടുക്കുന്ന കൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്ലാന്റ്സ് അയച്ചു തരികയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.